എയർ ഇന്ത്യയുടെ അവിടുത്തെ കൗണ്ടർ, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ചോദിക്കുമ്പോൾ അവർ അതിന് ക്യാൻസലേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗേറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്റെ കയ്യിൽ ബോർഡിംഗ് പാസും ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് കിട്ടിയ സീലും എന്റെ ആക്റ്റീവായിട്ടുള്ള വിസ ഉള്ളപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗേറ്റിൽ നമ്മളെ തിരിച്ചു കൊണ്ടുപോയ ഒരാളിനെ അവരുടെ ബോർഡിംഗ് ചെയ്തിട്ടില്ല, ഗേറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഗേറ്റ് വിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. എന്റെ മോന്റെ സ്റ്റഡി ടൈം ഉണ്ട്, എന്റെ മദറിന് വയ്യാതിരിക്കുന്ന ആളെ ഞാൻ കൊണ്ടുവന്നതാണ്, എന്റെ ഫിനാൻഷ്യലി എനിക്ക് കുറെ ലോസ് ഉണ്ട്, എന്റെ സമയം പോയി, പിന്നെ അവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും ഭയങ്കര മോശമാണ്. വെള്ളിയാഴ്ച രാത്രി 8:30 എയർ ഇന്ത്യ എക്സ്പ്രസ് IX 537 തിരുവനന്തപുരത്തു നിന്നും അബുദാബിയിലേക്ക് യാത്ര ചെയ്യേണ്ടതായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ആബിദ ബീവിയും മകൾ ജാസ്മിൻ മുബാറക്കും മകൻ ഫർസൽ നിഷാനും. എമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി വിമാനത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരൻ ആബിദയെ തടഞ്ഞുവെന്നാണ് പരാതി. അമ്മയ്ക്ക് അസുഖമുള്ളതിനാൽ മകന്റെ യാത്ര കൂടി ഉപേക്ഷിച്ച് കൂടെ നിർത്തി ജാസ്മിൻ മാത്രം അബുദാബിയിലേക്ക് വന്നു. അബുദാബിയിലും ദുബായിലും ഷാർജയിലുമെല്ലാം ജാസ്മിൻ അന്വേഷിച്ചെങ്കിലും ആബിദയ്ക്ക് യാത്രാ വിലക്കുള്ളതായി എവിടെ നിന്നും അറിയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, തിരുവനന്തപുരത്തു നിന്നുമുള്ള മറ്റൊരു വിമാനത്തിൽ ആബിദയും പേരക്കുട്ടിയും ഇന്നു പുലർച്ചെ ഷാർജയിൽ എത്തുകയും ചെയ്തു. ഷാർജയിലാണ് ജാസ്മിനും കുടുംബവും താമസം. ആബിദ ബീവി പലതവണ നാട്ടിൽ പോയി വന്നിട്ടുമുണ്ട്. സാമ്പത്തിക നഷ്ടം, മാനഹാനി, മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം കാട്ടി പരാതി നൽകിയിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്ന് ജാസ്മിൻ പറയുന്നു. സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ഷാർജ.